ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാളവികയെ കൊല്ലാൻ നോക്കിയതായിരുന്നു നാഗേന്ദ്രനും അതുപോലെ തന്നെ ഡേവിഡും ഒക്കെ കൂടെ ചേർന്ന്. ഈ ഒരു സമയത്ത് കൃത്യമായി മാളവികയ്ക്ക് രക്ഷകനായി നമ്മുടെ ആദർശ് എത്തിയതുകൊണ്ട് മാളവികയുടെ ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ല. പുഷ്പം പോലെ അവന്മാരെല്ലാം അടിച്ച് നിരപ്പാക്കി മാളവികയും കൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങ് പോരുക. ഡേവിഡ് പറയുന്നവൻ്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടി പിടിച്ച് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പോരുന്നത്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാളവികയോട് എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ആദർശ് ചോദിക്കുന്നു. അപ്പം കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്ന് പറയുവാണേ. അപ്പോൾ നമുക്ക് അജ്ഞാതരായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന അവർ മാളവികയുടെ ജീവൻ ആപത്തിലാണെന്ന മെസ്സേജ് നേരത്തെ തന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തൊട്ട് മാളവികയുടെ പിന്നാലെ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു എന്ന കാര്യം ആദർശ് പറയുക. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സാർ ഒരു കാര്യമുണ്ടെന്ന് മാളവിക പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമയെ ഞാൻ കണ്ടുവെന്നും അഭിയുടെ അച്ഛൻ നാഗേന്ദ്രൻ എന്നാണ് അയാളുടെ പേരെന്ന കാര്യങ്ങളും മാളവിക പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണല്ലോ എന്ന് അങ്ങനെ പറയാം. എന്നാലും നമ്മൾ കൺഫേം ആയിട്ട് അറിഞ്ഞിരുന്നില്ലല്ലോ അയാൾ ഞാൻ ഇനി ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മുന്നിൽ വന്നതെന്നും അയാൾ കൊല്ലാൻ തീരുമാനിച്ചവരുടെ മുന്നിൽ അവസാനമായി അയാൾ വരാറുണ്ടെന്നും അയാൾ വന്ന് അയാൾ ആരാണെന്ന് അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതിന് ശേഷമാണ് അവരെ കൊല്ലുന്നത്. പിന്നീട് അവരെ ആരും കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് നിമിഷത്തിൽ വന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്താറുണ്ടെന്നൊക്കെ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാളവിക ആദർശിനോട് പറയുക. അപ്പോൾ അത് കേട്ടപ്പം ഇത്രയും നാളും മറഞ്ഞു നിന്ന് കളിച്ചവൻ അവനാണെന്നും ഇനി അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ആദർശ് പറയുവാണ്. ഇനിയിപ്പോൾ മാളവിക ശരിക്കും സൂക്ഷിക്കണം. കാരണം അവൻ ആരാണെന്നുള്ള സത്യം മാളവിക അറിയുകയും ചെയ്തു. മാളവിക അത് ഞങ്ങളോട് പറയും എന്നുള്ളതും അവനറിയാം. അതുകൊണ്ട് തന്നെ മാളവിക വളരെയേറെ സൂക്ഷിക്കണമെന്നും ഇനി ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പാടില്ലെന്നും എത്രയും പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് തന്നെ പോകണം എന്നുള്ള കാര്യവും ആദർശ് പറയുക. ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം സാറെന്ന് മാളവിക ആദർശിനോട് പറഞ്ഞു. അങ്ങനെ ഇരു ചെവി അറിയാതെ മാളവികയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ആദർശ് മാളവികയെ സേഫായി അമേരിക്കയ്ക്ക് തന്നെ പറഞ്ഞു വിടാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റായി. അപ്പോൾ ഇന്ന് തന്നെ മാളവികയോട് പോയിക്കോളാനായിട്ടാണ് ആദർശ് പറയുന്നത്. ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ആദർശ് പറഞ്ഞതിനനുസരിച്ച് മാളവിക എല്ലാം സെറ്റായി. മാളവിക ഇവിടുന്ന് സ്റ്റാൻഡ് വിടുക. കാരണം മാളവിക വന്ന ഉദ്ദേശം നടന്നു. ആരാണ് ഈ ഒരു മൂർത്തി ജ്വല്ലറിയുടെ നാശത്തിന് കാരണമായത് യഥാർത്ഥ ശത്രു എന്ന് മാളവികയായിട്ട് തന്നെ കണ്ടെത്തി കൊടുക്കാൻ മാളവികയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ താൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് മാളവിക അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ് അവനെ വെറുതെ വിടാനൊക്കുമോ? അവനെ വെറുതെ വിടാനൊക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവനെ തപ്പുവാണ്. ഇവനെ തപ്പി തേടി ഇവനെ കൈയോടെ പിടികൂടി. ഇവനെ പിടികൂടിയിട്ട് ഇവൻ്റെ മുന്നിലേക്ക് അങ്ങ് ചെന്നു. അന്നേരത്തേക്ക് ഇവൻ കലി കയറി ആദർശനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത്രയും കാലം നീ ഒളിച്ചു നിന്ന് കളിച്ചു, പക്ഷെ നീ പോലും അറിയാതെ നീ ആരാണെന്നുള്ള സത്യം ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്നു. നിന്നെ പുറത്തേക്ക് വലിച്ച് ചാടിച്ചില്ലേടാ എന്ന് ആദർശ് ചോദിക്കണേ. അപ്പോഴേക്കും ദൈവം വലിയ വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സ് വെച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വന്നതുകൊണ്ടാണ് ഞാൻ ആരാണെന്നുള്ളത് നീയൊക്കെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഈ ജന്മം ഞാൻ ആരാണെന്ന് നീയൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല തുടങ്ങിയ രീതിയിലൊക്കെ ആദർശിനോട് ഈ നാഗേന്ദ്രൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഇത്രയും കാലം നീ മറഞ്ഞിരുന്നതും നീ കളിച്ചതും നിർത്തിക്കോ. ഇനി നിൻ്റെ കളിയൊന്നും മൂർത്തി ജ്വല്ലറിയിലേക്കോ അല്ലെങ്കിൽ അനന്തപുരം തറവാട്ടിലേക്കോ അവിടെയുള്ളവരുടെ നേരെയോ വരാൻ പാടില്ല എന്ന് പറയുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ നടപ്പിലാക്കും എന്ന കാര്യം ഇയാൾ പറയുക. മൂർത്തി ജ്വല്ലറിയെ തലപ്പത്ത് നിന്ന് താഴെ കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ നടത്തിയെടുത്തിരിക്കുമെന്നും നാഗേന്ദ്രൻ ഇങ്ങനെ ആദർശിനോട് പറയുന്നു. അപ്പോൾ ആദർശ് പറഞ്ഞാൽ നിൻ്റെ വെറും മോഹം മാത്രമാണ്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ നീ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ കൊണ്ട് നിർത്തതൊരു സമയമുണ്ടായിരുന്നു. നിൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിൻ്റെ നാശത്തിൻ്റെ കാലമാണെന്ന് ആദർശ് ഇങ്ങനെ അയാളോട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുകയാണ്. ഇനി നിൻ്റെ നോട്ടവോ നിൻ്റെ നിഴലോ അനന്തപുരിയിലുള്ളവരുടെ ദേഹത്തോ അല്ലെങ്കിൽ അനന്തപുരിയിലെ ആൾക്കാരുടെ ജീവിതത്തിലോ മൂർത്തി ജ്വല്ലറിയിലോ പതിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് നിൻ്റെ അവസാനമായിരിക്കുമെന്ന് ആദർശ് അവൻ അന്തിമ ശാസനവും കൊടുക്കുക. അപ്പോൾ അങ്ങനെ അന്ത്യശാസനമൊക്കെ മേടിച്ച് ചേട്ടനിങ്ങനെ പല്ലും കടിച്ച് കണ്ണും തുറച്ച് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദർശ് നല്ല മാസ് എൻട്രി ആയിട്ട് അങ്ങ് പോയി. ഇവനാണെന്നുണ്ടെങ്കിൽ
ആദർശിനെ പിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഇവന് ഭയങ്കരമായിട്ട് നിരാശ വന്നത് മാളവികയെ കൊല്ലാൻ പറ്റാത്തതിലാണ്. ഈ സമയത്ത് ഈ ഒരു വിവരം അത് അനന്തപുരി തറവാട് മുഴുവനും അറിഞ്ഞു. അപ്പോൾ നവ്യയ്ക്ക് ആണെന്നുണ്ടെങ്കിലും പേടിയായി. നവ്യാണെങ്കിൽ ഇങ്ങനെ മാളവികയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ എന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ഈ അഭി അങ്ങോട്ടേക്ക് വന്നു. അഭി വന്നപ്പോൾ നിൻ്റെ മുഖത്തെന്തോ ഒരു ടെൻഷനെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞതുപോലെ ആ മാളവിക എന്ന് പറയുന്നവൾ നിന്നെ വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പം എന്നെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു. തന്നെയല്ല, അവൾ ഇനി എന്തിനാ എന്നെ വിളിക്കുന്നേ? മാത്രമല്ല, നമ്മുടെ കമ്പനിയെ തകർക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇനി കമ്പനിയിൽ ഉണ്ടാകാൻ പോലും പാടില്ല. അങ്ങനെ അവളെ കൺമുന്നിൽ നിർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പം അതാണ് കറക്റ്റ്. നവി നീ പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞു. നവിയുടെ മുന്നിൽ കിടന്ന് കുറേ ഷോ ഓഫ് ഒക്കെ നടത്തി. അപ്പോഴത്തേക്കും കൂട്ടുകാരി നമിത നമ്മുടെ നവിക്ക് മെസ്സേജും അയച്ചായിരുന്നു, മാളവികയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആദർശം മാളവികയെ രക്ഷിച്ചു എന്നുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവിക്ക് കുറച്ചൊന്ന് ആശ്വാസമായി. ഇവൻ വന്ന് കിടന്നങ്ങ് മെഴുകുവാണ് നവ്യയുടെ മുന്നിൽ കിടന്ന്. നവ്യ ആരാ പൊന്നുമോള്, ഇവൻ്റെ മുന്നിൽ കിടന്ന് അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു. അവളെ വെറുതെ വിടാൻ പാടില്ല. അവൾ ചില്ലറക്കാരിയല്ല. അവൾ അങ്ങനെ ഇവരുടെയൊക്കെ കൂടി നിന്ന് നമ്മളെ ചതച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ജീവിച്ചിരിക്കാൻ അർഹതയുള്ളവളല്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇവനെ ചൂട് പിടിപ്പിക്കാം. ഇവൻ അതിനിങ്ങനെ പറയുക. അപ്പം തന്നെ നവ്യയ്ക്ക് കാര്യം മനസ്സിലായി. ഇവൻ്റെ അടവൊന്നും അവിടെ മാളവികയുടെ അടുത്ത് നടന്നിട്ടില്ല. അതുകൊണ്ടുള്ള കലിപ്പാണ് ഇവൻ ഈ മാളവികയോട് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ ഒരു സംസാരത്തിനിടയിൽ അവൾ എന്തെല്ലാം നുണ പറഞ്ഞു തന്നാലും നീ വിശ്വസിക്കരുത് കേട്ടോ നവ്യേ എന്നും പറഞ്ഞൊരു ഡയലോഗും. അപ്പം നിന്നോട് ഞാൻ ഒരു കാര്യം ഒരു തവണ പറഞ്ഞില്ലേ, പിന്നെ എപ്പോഴും ഇങ്ങനെ നീ എന്തിനാ പറയണേന്ന് നവ്യ അന്നേരം ചോദിച്ചു. നമ്മളെ തമ്മിൽ പിരിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ലടാ എന്നൊക്കെ നവ്യ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കും. ഇവനതൊക്കെ കേട്ട് തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് നീയാണ് എൻ്റെ പുണ്യം, നീയാണ് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കലായി ഉമ്മവയ്ക്കലായി ഭയങ്കര ഇത്. നവ്യക്കാണെങ്കിൽ ഇവനെ കാണുന്നത് തന്നെ ചതുർത്ഥിയായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ അനന്തപുരിയിൽ എല്ലാവരും മാളവികയെ കൊല്ലാൻ നോക്കിയത് നാഗേന്ദ്രൻ്റെ ആ പ്രവൃത്തികളെ പറ്റി അറിഞ്ഞു. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും ജയനും ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം നാഗേന്ദ്രൻ കരുതി കൂട്ടി നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി വന്നു കയറിയവനാണെന്നും അവന് പഴയ പക ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവയാനിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മുടെ മൂർത്തി ജ്വല്ലറിയെയും നമ്മുടെ ബിസിനസ്സിനെയും തകർത്ത യഥാർത്ഥ ശത്രുവിനെ കണ്ടുപിടിച്ചാൽ അച്ഛൻ ആദർശനോട് ക്ഷമിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ ഏറ്റെടുത്ത ജോലി അവൻ നല്ല ഭംഗിയായി പൂർത്തീകരിച്ചില്ലേ അച്ഛാ? നമ്മുടെ കമ്പനിയെ തകർത്തത് ആരാണെന്നും നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണെന്നും അവൻ കണ്ടെത്തിയില്ലേ അച്ഛാ? ഇനിയെങ്കിലും അവനോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മുത്തശ്ശനോടൊരു എന്നാ പറയുന്നത് ഒരു സപ്പോർട്ട് പോലെ ഇങ്ങനെ സംസാരിക്കുന്നു. അതെ, ഇദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള സമയമായില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഇത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം പോലെ മുത്തശ്ശന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അവൻ ആരാണ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചെന്നും പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ അവിടെ ഇരുന്ന് ഓരോന്ന് മുട്ടായുക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് മുത്തശ്ശി, ഇത് എന്തൊരു സ്വഭാവം, ഇതെന്താ ഇങ്ങനെ? ആദർശമോൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയില്ലേ, പിന്നെ ഇവരോടൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം അത് ആദ്യം അറിയേണ്ട ആൾ ആദർശ് തന്നെയാണെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ആദർശനോട് ഞാനിത് പറയുന്നത് വരെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരിതുണ്ടായിരുന്നു എന്ന് ആരും അറിയാൻ പാടില്ല എന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ പറയാം. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാവണില്ല എന്ന് മുത്തശ്ശി പറയുമ്പം അതൊക്കെ മനസ്സിലാകാനുള്ള സമയമായിടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശൻ നേരെ നയനയെ വിളിച്ചിട്ട് ആദർശിൻ്റെ ആ ഒരു വീരസാഹസികത കഥകളെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അതുപോലെ തന്നെ നയന ഇതെല്ലാം ആദർശന് പറഞ്ഞു കേട്ട അറിവിൽ വെച്ച് മുത്തശ്ശനോട് പറയുവാണ്. അപ്പം മോള് നാളെ ആദർശനെയും കൂട്ടി നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തേക്ക് വരണമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആദർശേട്ടനോട് ഇനിയെങ്കിലും പറഞ്ഞോടെ മുത്തശ്ശ എന്ന് നയന ചോദിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത് പറയാനുള്ള സമയമായി എന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നാളെ മൂലസ്ഥാനത്തേക്ക് വരണമെന്നും നിങ്ങൾ രണ്ടുപേരും മാത്രമേ വരാൻ പാടുള്ളൂ എന്ന കാര്യങ്ങളും മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അപ്പോൾ വരാം മുത്തശ്ശ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം വന്നു മോളെ. ഞാൻ ആദർശനെ അങ്ങനെ ഒരു ചൂട് കയറ്റി വിട്ടതുകൊണ്ടാണെന്നും നാഗേന്ദ്രൻ എന്ന് പറയുന്ന ശത്രുവിനെ നമുക്ക് കൈയോടെ പിടികൂടാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു വരവുണ്ടാകുമായിരുന്നില്ല എന്ന കാര്യവും പറയാം. അപ്പോൾ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ മുത്തശ്ശ എന്ന് പറയുമ്പം അവനെ ആരാ വെറുതെ വിടുന്നത്? അവനിട്ടുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറയുക. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് മോളെ.
അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്നിട്ട് നാളെ വരാനും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ നാളെ മോനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതെല്ലാം ആദർശനോട് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അതേടോ വസുന്ധരേ, ഇനിയിപ്പോൾ ഇതങ്ങനെ നീട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് വനവാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള സമയമായി എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തോടു കൂടിയിരിക്കും. അപ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എന്താണ് മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമെന്ന് ചോദിച്ചു. അത് പിന്നെ ആദർശേട്ടൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് വരുമ്പോൾ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, പിന്നെ അത് ദുഃഖിച്ചിരിക്കണമെന്ന് നയന ചോദിച്ചപ്പം ദുഃഖിച്ചൊന്നും ഇരിക്കണ്ട, അല്ല തൻ്റെ ഈ ഒരു സന്തോഷം കണ്ടു കഴിഞ്ഞപ്പം അത് മാത്രമല്ല തൻ്റെ ഉള്ളിലെ സന്തോഷത്തിൻ്റെ ഒരു കാരണമെന്ന് തോന്നി. കാരണം അത്രമാത്രം തൻ്റെ മുഖത്തൊരു പ്രസാദമുണ്ട് എന്ന് ആദർശ് പറയുക. അത് തന്നെയാണ് കാരണം. പിന്നെ നമുക്ക് നാളെ ഒന്ന് കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്ത് പോകണമെന്ന് പറഞ്ഞു. നാളെയോ? അതെന്തിനാ? കുടുംബക്ഷേത്രത്തിൽ പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അല്ല, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഭഗവതി നമുക്ക് നടത്തി തന്നില്ലേ, അപ്പോൾ പിന്നെ അവിടെ പോയി നന്ദി പറയണ്ടേ, അല്ലാതെ ഒരു സമാധാനം കിട്ടില്ല ആദർശമായിട്ടാന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ, തനിക്കിനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഞാനായിട്ട് എതിരൊന്നും പറയുന്നില്ല, നമുക്ക് പോയേക്കാവുന്നു ആദർശ് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെ ആദർശ് നാഗേന്ദ്രനെ കണ്ടുപിടിച്ച ആ ഒരു ഇതെല്ലാം അവർ ആഘോഷിക്കുമ്പോഴത്തേക്കും അഭിയും അവന്തികയും ആകെ ഇതായിട്ടിരിക്കുക. പണി കിട്ടി. ഇനിയിപ്പോൾ നാഗേന്ദ്രൻ ഇവർ കണ്ടുപിടിച്ചത് കൊണ്ട് അനിയും അതുപോലെ തന്നെ അവന്തികയുമായിട്ടുള്ള കല്യാണം നടക്കുമോ എന്നുള്ളൊരു പേടിയാണ് അവന്തികയ്ക്ക്. അപ്പം അച്ഛൻ ഇതിൻ്റെ ഇടയിൽ മോളെ വിളിച്ചു വരുത്തി ഇരു ചെവി അറിയാതെ മോളോട് ഒരു കാരണവശാലും പിടി കൊടുക്കരുതെന്നും അച്ഛനെ അവർ കണ്ടെത്തിയെന്ന് കരുതി അവർക്ക് ഇപ്പോഴും മോളും ഞാനുമായിട്ടുള്ള ബന്ധമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ മാക്സിമം അഭിനയിച്ച് നിന്നോളണം, അച്ഛനെ വെറുക്കുന്ന മകളായി തന്നെ നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാലും അച്ഛാ അവരിങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്ത ചതിക്ക് നമുക്ക് തിരിച്ച് പണി കൊടുക്കാം മോളെ. അതിന് നീ അനിയുടെ ജീവിതത്തിലേക്ക് അനിയുടെ ഭാര്യയായി ചെല്ലണം, എങ്കിൽ മാത്രമേ നമുക്കിനി എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്ന കാര്യം പറയുവാണ് നാഗേന്ദ്രൻ. അല്ലാതെ മൂർത്തിയുടെ കുടുംബത്തെയോ ജ്വല്ലറിയെയോ ഒന്നും ഇനി പെട്ടെന്നൊന്നും നമുക്ക് തൊടാൻ സാധിക്കില്ല എന്നും. അവിടെ നീയാണ് അച്ഛൻ്റെ തുറുപ്പ് ചീട്ട്, നീ കയറി പറ്റിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യവും പറയാം. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് മകളെ കാര്യങ്ങൾ പറഞ്ഞതാക്കുന്നു. അതുപോലെ തന്നെ അഭിയോട് ഒരു പരിധിയിൽ വിട്ട് കാര്യങ്ങളൊന്നും പറയരുതെന്ന കാര്യവും അച്ഛൻ മകളോട് പറയുവാണ്. അഭിയാണെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്തവനാണ്, അവനാണെങ്കിൽ ആരോട് എങ്ങനെ പറയുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അച്ഛൻ മോളോട് പറയുവാണ്. അപ്പോൾ മോള് പിന്നെ രഹസ്യം സൂക്ഷിക്കാൻ അച്ഛനേക്കാളും മിടുക്കി ആയതുകൊണ്ട് മോൾ അതൊക്കെ സൂക്ഷിച്ച് വെച്ചോളും. അങ്ങനെ അച്ഛനും മോളും കൂടി ഈ സംസാരം എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും ആദർശവും കൂടെ അവിടെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന ഇങ്ങനെ നോക്കുക മുത്തശ്ശൻ വന്നിട്ടുണ്ടോന്ന്. നോക്കുമ്പോഴേ മുത്തശ്ശൻ അപ്പുറം സൈഡിൽ നിൽപ്പുണ്ട്. നയന ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നിട്ട് മുത്തശ്ശനെ ഇങ്ങനെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശൻ്റെ ആദർശിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മോനെ ആദർശയെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ആദർശ തിരിഞ്ഞ് നോക്കി ഞെട്ടി. മുത്തശ്ശൻ വന്നിരിക്കുന്നു. അപ്പം മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ തിരിച്ചും വിളിച്ചു. അപ്പോൾ മുത്തശ്ശൻ എപ്പോഴാണ് വന്നതെന്ന് ആദർശ് ചോദിക്കും. ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി എന്ന് പറഞ്ഞു. ഞങ്ങൾ വരുമെന്ന് അറിയാതെയാണോ മുത്തശ്ശൻ വന്നത്, അത് അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുവാണ്. മുത്തശ്ശ നാഗേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം പിന്നെ അറിയാതെ ഞാൻ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. പിന്നെ മുത്തശ്ശനാണെങ്കിൽ ആദർശനോട് തൻ്റെ മനസ്സിലുള്ളതെല്ലാം പറയുക കേട്ടോ. അപ്പോൾ ആദർശനോട് ക്ഷമിക്കണം എന്നുള്ളൊരിതും പറയുന്നു. കാരണം മുത്തശ്ശൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നും അത് നമ്മുടെ ഈ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും നിന്നെ കൊണ്ട് തന്നെ ശത്രുവിനെ പുറത്ത് കൊണ്ടുവരിക്കണമെന്നുള്ളൊരു വാശി മുത്തശ്ശൻ ഉണ്ടായിരുന്നെന്ന കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മുത്തശ്ശൻ എന്താണോ അന്നോട്ട് ഇന്ന് വരെ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആദർശനോട് പറയാം. അതുപോലെ തന്നെ ഈ വനവാസമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് അനന്തപുരിയുടെ അവകാശിയായി തിരിച്ചു വരാനുള്ള സമയമായി എന്ന കാര്യവും മുത്തശ്ശൻ പറയുന്നു. ചുമ്മാ അങ്ങ് തിരിച്ചു വന്നാൽ മാത്രം പോരാ, അതോടൊപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനത്തേക്ക് തിരിച്ച് നീ വരണമെന്ന കാര്യവും മുത്തശ്ശൻ പറയണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പം അനിക്ക് തന്നെ അത് കൊടുക്കാനാണ് തൻ്റെ താല്പര്യമെന്നും അവിടെ ഇരിക്കാൻ തനിക്കിനി താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അനിയെ നീ വേണം പിടിച്ചു നിർത്താനെന്നും അനിക്ക് ഞാൻ കൊടുത്തതിൻ്റെ കാരണം ഇന്നതാണെന്നും മുത്തശ്ശൻ പറയുക. ഇനി അനിയും നീയും കൂടി മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന കാര്യവും മുത്തശ്ശൻ പറയുന്നു. അതുകൊണ്ട് നീയും അനിയും കൂടി സമചിത്തതയോടുകൂടി രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി ജോലി ചെയ്യണമെന്ന കാര്യങ്ങളും പറയും. അനിയാണെന്നുണ്ടെങ്കിൽ ഏട്ടനൊന്ന് കയറിയിട്ട് വേണം തൻ്റെ തലയിലിരിക്കുന്ന ഭാരം ഇറക്കി വെക്കാനെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, ഞാൻ ആ ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനെ ഇനി നിൻ്റെ വരുതിയിലാക്കി നിർത്തേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു.
അങ്ങനെ പഴയ പ്രതാപത്തിലേക്ക് മൂർത്തി ജ്വല്ലറിയെ കൊണ്ടുവരണമെങ്കിൽ അത് നീ തന്നെ അവിടെ വേണമെന്ന് മുത്തശ്ശൻ പറയുക. അങ്ങനെ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം നാഗേന്ദ്രൻ എന്ന് പറയുന്നവനെ പറ്റി ഇവർ സംസാരിച്ചപ്പം അവനെ കാണേണ്ട രീതിയിൽ ഞാനൊന്ന് കാണുന്നുണ്ട് എന്ന കാര്യം മുത്തശ്ശൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് നയനയോടും അതുപോലെ ആദർശിനോടും ഇപ്പം മുത്തശ്ശൻ എങ്ങനെയായിരുന്നു നയനെ കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ എനിക്കറിയാവുന്നത്, ഇതെല്ലാം ആദർശിനോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ കണ്ടു പിരിഞ്ഞു പോയി. ആദർശിന് ഭയങ്കര സന്തോഷമായി. ഇപ്പം നയന ചോദിച്ചു, ഇപ്പം സന്തോഷമായില്ലേ ആദർശേട്ടനെന്ന്. സന്തോഷമായി, പക്ഷെ നീ എന്നോട് മറച്ചു വയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നുള്ള രീതിയിൽ ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ആദർശേട്ടാ എന്ന് ചോദിച്ചു. പിന്നെ മുത്തശ്ശന് നമ്മളോട് സ്നേഹമുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നാഗേന്ദ്രൻ എന്ന് പറയുന്ന അവനെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമായിരുന്നില്ലല്ലോ ആദർശേട്ടാ എന്ന് പറയാം. അത് നീ പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. ഇത് മുത്തശ്ശൻ്റെ മുന്നിൽ തനിക്ക് നിവർന്നു നിൽക്കാനും അല്ലെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രമാണ് താൻ ഇത്രയും റിസ്ക് ഒക്കെ എടുത്തതെന്നുള്ള കാര്യങ്ങളും ആദർശ് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും താൻ ഇത്രത്തോളം ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കില്ലായിരുന്നു എന്നും ആദർശ് നയനയോട് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചു. ഇത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ നേരെ പോകുന്നത് നാഗേന്ദ്രൻ്റെ താവളത്തിലേക്കാണ്. മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുമെന്നൊന്നും നാഗേന്ദ്ര സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ. ഞാൻ ചെന്ന് മുത്തശ്ശൻ കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും ഇപ്പം വന്ന് വാതിൽ തുറന്നപ്പോൾ ആരെയും കാണുന്നില്ല. ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് എത്തി നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് കയറി വരുന്നു നമ്മുടെ അനന്തമൂർത്തി. മുത്തശ്ശനെ കണ്ടപ്പോഴത്തേനും ഇവൻ്റെ കണ്ണങ്ങ് തള്ളി പുറത്തേക്ക് ചാടി. ഇവൻ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. മുത്തശ്ശൻ ഇടിച്ചകത്തേക്ക് കയറി വന്നു. നിന്നെ ഒന്ന് കാണാം അപ്പം മൂർത്തി സാറെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, മൂർത്തി സാറോ? ആരാടാ നിൻ്റെ മൂർത്തി സാറ്? നിന്നെ ഒന്ന് നേരെ ഇവനെ കാണാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ നിന്നങ്ങ് വായിക്കാൻ തുടങ്ങിയില്ലേ. ഇവനാണെന്നുണ്ടെങ്കിലും എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്, എന്നെ ക്ഷമിക്കണം സാർ, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. നിൻ്റെ അറിവില്ലായ്മ, നീ എന്താണെന്നും നീ ആരാണെന്നും എനിക്കറിയാവുന്നിടത്തോളം വേറെ ആർക്കും അറിയില്ല, എന്നിട്ട് നീ എന്നോട് തന്നെ ഇങ്ങനെ പറയുകയാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചു. നിൻ്റെ കുടിലതയും നിൻ്റെ കൊള്ളരുതായ്മയും നിൻ്റെ ചതിയും വഞ്ചനയും ഇനിയും നീ മാറ്റാറായിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം നീ പകരം വീട്ടാൻ വന്നിരിക്കുകയാണല്ലേടാ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശൻ ഇങ്ങനെ അവനോട് ശരിക്കും അങ്ങ് പറഞ്ഞു കേട്ടോ. പറയുക മാത്രമല്ല, അവനെ ശരിക്കും കൈകാര്യം ചെയ്യുകയും ചെയ്തു. അവൻ്റെ ചെവിക്കലൊക്കെ ആട്ടിച്ച് പൊളിച്ച് അവനെ ചവിട്ടി കൂട്ടി അവനെ ശരിയാക്കി. ഇനി അനന്തപുരിയുടെ നേർക്കോ മൂർത്തി ജ്വല്ലറിയുടെ നേർക്കോ ഒരു ചെറുവിരളെങ്കിലും അനക്കണമെന്ന് നിനക്ക് തോന്നിയാൽ ആ നിമിഷം നീ ഇതെല്ലാം ഓർക്കണമെന്നും പറഞ്ഞാണ് മുത്തശ്ശൻ അവനെ വീട്ടിൽ കയറി അടിച്ച് നിരപ്പാക്കുന്നത്. അവനിങ്ങനെ ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചതഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടക്കണം. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡാണ് അടുത്ത ആഴ്ച വരാനുള്ളത്. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ അവനെ ചവിട്ടി നേലം പരിച്ചാക്കി അന്തസ്സായിട്ട് വെല്ലുവിളിച്ച് വിജയശ്രീലാളിതനായി ഇറങ്ങിപ്പോരുന്നു. ഇനി നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും പട്ടാഭിഷേകമായിരിക്കും അടുത്ത ആഴ്ചയിൽ, അല്ലെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ കഥകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയില്ലല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ.